ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമെന്ന വിധിയിൽ ഉറച്ച സുപ്രീം കോടതി. ഇലക്ട്രൽ ബോണ്ട് വിധിയിൽ പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി തള്ളി. അഡ്വക്കേറ്റ് മാത്യു നെടുമ്പാറ നൽകിയ ഹർജിയാണ് തള്ളിയത്. വിഷ്ണു തലമുറ ചേരുകയാണ്. വിഷ്ണു, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് നിർമ്മല സീതാരാമനെതിരെ വരെ കേസെടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വിധി സുപ്രധാനമാകുക കൂടി ചെയ്യുന്നത്. എങ്ങനെയാണ് കോടതിയുടെ ഉത്തരവിന്റെ വിശദാംശങ്ങൾ? അസുഖ അഭിഭാഷകനായിട്ടുള്ള മാത്യു നെടുമ്പാറ ഉൾപ്പെടെയാണ് ഈ ഇലക്ട്രൽ ബോണ്ടിലെ സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയത്. പക്ഷേ ആ ഹർജി അംഗീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല. ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമെന്ന വിധിയിൽ ഉറച്ചു നിൽക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. പുനഃപരിശോധനാ ഹർജി അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹർജി തള്ളിക്കളയുകയാണ് സുപ്രീം കോടതി ചെയ്തത്. നേരത്തെ തന്നെ CPIM ആയിരുന്നു ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത്. ശരി, വിഷ്ണു തലമുറാണ് വിവരങ്ങൾ നൽകിയത്. ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമെന്ന് ആവർത്തിക്കുന്നു സുപ്രീം കോടതി.